അവിടെ റെഗുലറായിട്ട് ചേച്ചിയുടെ അവിടെ നിന്ന് മേടിക്കാറുണ്ട്. ചേട്ടാ എങ്ങനെ ഇവിടെ മീനൊക്കെ എങ്ങനെയുണ്ട്? ഫ്രഷാണ്. പലവട്ടം ഒന്ന് വാങ്ങിക്കാറുണ്ടോ? അഭിപ്രായം നല്ല പോസിറ്റീവ് അഭിപ്രായമാണ്. ഓക്കെ, അമ്മയുടെ അടുത്ത് ചോദിക്കാം. അമ്മ എന്തുണ്ട് വിശേഷം? ഇവിടുത്തെ മീനിന്റെ അഭിപ്രായം എങ്ങനെയാണ്? തീരെ കുഴപ്പമില്ല. എങ്ങനെയുണ്ട്? ഇന്ന് എന്തൊക്കെയാണ് മേടിച്ചത്? നൊത്തോലിയും മേടിച്ചത്. ചേച്ചി എന്താണ് അഭിപ്രായം? എന്താണ് ഇവിടുത്തെ? സ്ഥിരം ഇവിടെ തന്നെയാണ് മേടിക്കാറ്. ഓക്കെ. വൈകിട്ട് വന്ന സമയത്താണെങ്കിൽ ഇതാ ഇഷ്ടംപോലെ തട്ടുകളൊക്കെ ആണെങ്കിൽ സംഭവം ആക്റ്റീവായിട്ടുണ്ട്. ഇഷ്ടംപോലെ മീനുകളാണെങ്കിൽ ഇതാ അവിടെ ചേച്ചിയാണെങ്കിൽ നിരത്തി പിടിച്ച് വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് ആ മീനൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ചൊന്ന് കാണിച്ചു തരാം. ഒരു സൈഡ് ഫുള്ളും ഉണ്ട്. ചേച്ചി കുറച്ച് തിരക്കിലാണ്. എന്നാലും നമുക്ക് ചേച്ചി ഒന്ന് ഡിസ്റ്റർബ് ചെയ്തിട്ട് മീനൊക്കെ സംഭവങ്ങളൊന്നും ചോദിച്ചു കഴിഞ്ഞാൽ നടക്കുള്ളൂ. കൂടുതലായിട്ട് സെയിലാവുന്ന ചെറിയ സൈസ് ചൂരയാണ്. അതുകൂടാതെ തന്നെ കൊഞ്ചും മത്തിയും അയിലയും എല്ലാ സംഭവം അവരെയും പാരയും ചൂരയും എല്ലാ സംഭവങ്ങളും ഉണ്ട്. അപ്പോൾ പരിപാടി കഴിഞ്ഞു. ചേച്ചി എന്തുണ്ട് വിശേഷങ്ങൾ? നല്ല വിശേഷങ്ങളാണ്. എന്തൊക്കെ മീനുകളുണ്ട് ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറയാം. ആണെങ്കിലും നമ്മള് വില നോക്കാതെ ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം വന്ന ആൾക്കാർ വീണ്ടും വരും. ഉറപ്പ് തന്നെ. ഫ്രഷ് മീൻ തന്നെയാണ് കൊടുക്കുന്നത്. ഓക്കെ. ചിലപ്പോൾ വില കൂടി നിൽക്കുക അല്ലെങ്കിൽ വില കുറഞ്ഞ് നിൽക്കുക. ആ രണ്ട് വ്യത്യാസമേ ഉണ്ട്. ഓക്കെ. എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാലും നമുക്ക് അതെ തന്നെ മീൻ നമുക്കിപ്പോൾ എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇവിടെ വന്നുകൊണ്ട് പറയാം. ഒരു കുഴപ്പമില്ല. ഓക്കെ, അത്രത്തോളം നമുക്ക് ഗ്യാരണ്ടിയാണ്. ഓക്കെ, നമുക്ക് എന്തൊക്കെ മീനൊക്കെ ഉണ്ടെന്ന് നോക്കിയാലോ? ഓക്കെ, ചേച്ചി ഒന്ന് ഫ്രണ്ടിലോട്ട് വിളിച്ചിട്ടുണ്ട്. ഓക്കെ, പറഞ്ഞോ. വേളാപ്പാരയുണ്ട്, വലിയ ചൂരയുണ്ട്. വേളാപ്പാര റേറ്റ് ഒക്കെ ഒന്ന് ഓടിച്ച് പറഞ്ഞോ. വേളാപ്പാര ഇന്ന് പല വിലയ്ക്കുണ്ട്. ഇത് ഒരെണ്ണം 500 രൂപയാവും, ഒരെണ്ണം 800 ആവും. ഒരെണ്ണം 800 രൂപ. ഓക്കെ. ഇത് വന്നിട്ട് 1000 രൂപ. ഓക്കെ. 1500 ആവും. 1500. അതിന്റെ അടിയിലിരിക്കുന്ന വന്നിട്ട് 1500 രൂപ ആവും അല്ലേ? ഓക്കെ. ഇതൊക്കെ സംഭവം എവിടെ നിന്ന്? പാര ഐറ്റംസ് ഒക്കെ ഇത് നമ്മൾ ഇത്ര എടുത്തത് പൂവാറെന്നാണ്. പൂവാറെന്നാണ് എടുത്തത്. ഓക്കെ. ഞാൻ ശേഷം ചൂര ഐറ്റംസുകൾ പറഞ്ഞു. വേളാപ്പാരയും ചൂരയും. ഓക്കെ, ചൂരയുടെ റേറ്റ് ഒന്നും പറഞ്ഞില്ല. ചൂരന്റെ ഇന്നത്തെ വില 450 കിലോ. ഓക്കെ. തൂക്കിയെടുത്തത്. ഓക്കെ, അപ്പൊ 450 കിലോ റേറ്റ്. ഇനി അടുത്തത് ഇതൊക്കെ എല്ലാം പേര് പറഞ്ഞിട്ട് റേറ്റ് ഒക്കെ പറഞ്ഞു. ഓക്കെ. ഇത് 200. പിന്നെ ഇത് 6 വലിയ നവരമുണ്ട് 500 രൂപയ്ക്ക്. ഓക്കെ. അതിനുശേഷം പിന്നെ ഇതൊരു ചൂര 150, 100. പിന്നെ 4 എണ്ണ 200. ഇതൊന്നും പറഞ്ഞില്ല. ഇത് കണ്ണൻകൊഴിയാള 3 എണ്ണ 200. 3 എണ്ണ 200 കണ്ണൻകൊഴിയാള. മത്തി 100 രൂപയ്ക്കുണ്ട്, 200-നുണ്ട്. കൊഞ്ച് 100 രൂപയ്ക്കുണ്ട്, 200-നുണ്ട്. പിന്നെ ഇത്ര ഐറ്റംസ് ആണ്. എത്ര മണിക്കോ നമ്മൾ വന്നു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് നല്ല അടിപൊളി മീനൊക്കെ വാങ്ങിച്ചിട്ട് വൈകുന്നേരം 4 മണി മുതൽ രാത്രി 11 മണി വരെ. 11 മണി വരെ. ഇന്നിപ്പോ വലിയ സൈസ് കേര ഒന്നും എടുത്തില്ല? വലിയ തലയൊക്കെ വലിയ കേര ഇല്ലായിരുന്നു. എന്തായാലും കേര ഉള്ള ദിവസം എന്തായാലും തലയൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ചേച്ചിയുടെ സംഭവം സെയില് നടക്കട്ടെ. ഇതാണ് ചേച്ചിയുടെ തട്ടം. നമുക്ക് ചേച്ചിയുടെ ചോദിച്ചാൽ എന്തൊക്കെ മീനുണ്ട്? ഓക്കെ. ആ റേറ്റ് ഒക്കെ ഒന്ന് പറയാം. റേറ്റ് ഒക്കെ ഒന്ന് പറഞ്ഞു പോവോ? ഓക്കെ. ഓക്കെ, റേറ്റ് ഒക്കെ ഒന്ന് പറഞ്ഞു പോയാൽ കൊള്ളായിരുന്നു. ഈ പീസൊക്കെ എങ്ങനെ വരും? റേറ്റ് ഒക്കെ പീസ് വന്നിട്ട് 200 രൂപ. ഓക്കെ. ഇനി ഇത് പാരയും ചൂരയൊക്കെ പറഞ്ഞോ. 800 രൂപയ്ക്കുണ്ട്. പിന്നെ 4 എണ്ണ 200. ഓക്കെ. മത്തിയുണ്ട്. ഇതെങ്ങനെ? നെയ്മത്തിയാ? 7 എണ്ണ 100 രൂപ. 8 എണ്ണായിട്ട് കൊടുക്കൂല? ഓക്കെ. 7 എണ്ണ 8 എണ്ണായിട്ടും കൊടുക്കാമെന്നാണ് ചേച്ചി പറയുന്നത്. അതിനുശേഷം കൊഞ്ചിന്റെ കാര്യം കൂടെ ഒന്ന് പറഞ്ഞോ. കൊഞ്ച് 1 കിലോ 500 രൂപ. കൂറാണെങ്കിലാ? കൂറ് 200. ഓക്കെ. മീനൊക്കെ സംഭവം എവിടെ നിന്നാണ് സംഭവം ഇന്ന് മേടിക്കുന്നത് സാധാരണ? ഇപ്പോഴും വിഴിഞ്ഞത്ത് മീനുണ്ടല്ലോ. ഓക്കെ. അപ്പൊ വിഴിഞ്ഞത്താണ് നിങ്ങൾ എടുക്കുന്നത്? പുതിയതുണ്ട്. രാവിലെയൊക്കെ പുതിയോറൊക്കെ മീൻ കാണും. ഓക്കെ. ഈ 3-4 കടപ്പുറത്തുനിന്ന് ഒരുമിച്ച് എടുത്തിട്ടാണ് ഇവിടെ കൊണ്ടുവന്ന് വിൽക്കുന്നത് അല്ലേ? എത്ര മണിക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് വാങ്ങിക്കാൻ വേണ്ടി പറ്റും? ഇവിടെ 3 മണിക്ക് 4 മണിക്കൊക്കെ വരും. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മൾ അടുത്ത തട്ടിലെ ചേച്ചിയുടെ തട്ട് വിശേഷം.